മിക്ക പുരുഷന്മാരും കരുതുന്നത് ഈ ഉദ്ധാരണം എന്ന് പറയുന്നത് ലൈറ്റിൻ്റെയൊക്കെ സ്വിച്ച് മാതിരിയാണ് എന്നാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തണം. ഇനി സ്വിച്ച് കേടായെങ്കിലോ? മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായിട്ടോ നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നതായിട്ടോ അല്ലെങ്കിൽ തലവേദന എടുക്കുന്നതായിട്ടോ ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇനി അതുമല്ലെങ്കിൽ ഉദ്ധാരണം ഉണ്ടായിട്ട് പോലും ആസ്വദിക്കാൻ പറ്റാതാവുകയോ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഉദ്ധാരണം നഷ്ടമാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ തലച്ചോറിലെ 70,000 കൊല്ലം പഴക്കമുള്ള ഒരു സുരക്ഷാ സംവിധാനം ലൈംഗികതയെ ഒരു ഭീഷണിയായിട്ട് കാണുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം ലൈംഗികതയെ ഒരു ഭീഷണിയായിട്ട് കണ്ടുകൊണ്ട് ഉദ്ധാരണം ഇല്ലാതാക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണ വൈകല്യവും ഇറക്ടൈൽ ഡിസപ്പോയിൻമെൻറ്റ്, ഉദ്ധാരണ നിരാശയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കും ഉണ്ടായാൽ നാളെ നിങ്ങളെയും ഒരു ഡോക്ടറിൻ്റെ അനാവശ്യ ചികിത്സകൾക്കും സർജറിക്കുമൊക്കെ ഇരകളാകുന്നതിൽ നിന്നും രക്ഷിക്കും. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു ഫങ്ഷണൽ സെക്ഷുവാലിറ്റി സ്പെഷ്യലിസ്റ്റും നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലുമൊക്കെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ചെലവഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങളും ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമല്ല. അതുണ്ടാകുന്നത് നിങ്ങളുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിലുള്ള ഒരു തകരാറാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മരുന്ന് കഴിച്ചോ സർജറി ചെയ്തോ ഒന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സത്യം ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും നിങ്ങളോട് തുറന്നു പറയാറുമില്ല. കാരണം ഈ മനസ്സും ശരീരവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ട പ്രായോഗിക ലൈംഗിക അറിവ് ഇന്നും കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അപ്പോൾ നാളെ നിങ്ങളും ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ ലൈംഗിക പ്രശ്നവുമായിട്ട് പോവുകയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ തുറന്നു ചോദിക്കുക, താങ്കളുടെ പ്രായോഗിക ലൈംഗികതയിലുള്ള പരിജ്ഞാനം എന്താണെന്ന്. കാരണം ആ ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ രക്ഷിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകളൊന്നും കൂടാതെ ശാസ്ത്രീയമായിട്ട് പരിഹരിക്കാനുമൊക്കെ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ മരുന്ന് കഴിച്ചാൽ പോലും ഒരു ഉദ്ധാരണം സംഭവിക്കാത്തത്? നമ്മുടെ ലൈംഗികതയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 70,000 കൊല്ലം പുറകോട്ട് സഞ്ചരിക്കണം. ഒരു 70,000 കൊല്ലം മുമ്പ് ആഫ്രിക്കൻ കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു പുരാതന മനുഷ്യനെയും അവൻ്റെ പങ്കാളിയും ഒന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവൻ തൻ്റെ പങ്കാളിയുമായിട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു കടുവ കുറ്റിക്കാട്ടിൽ നിന്നും ചാടി വരുന്നു. എന്തായിരിക്കും ആ നിമിഷം അവൻ്റെ തലച്ചോറ് അവനോട് പറയുക? സാരമില്ല, ഇത് നല്ല സുഖമുള്ള പരിപാടിയല്ലേ, ഇത് ചെയ്തിട്ട് പോയാൽ മതി എന്നായിരിക്കുമോ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനും അവൻ്റെ പങ്കാളിയും ഒക്കെ കടുവയുടെ ഭക്ഷണമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനും കൊണ്ട് ഓടും. പക്ഷേ ഉദ്ധാരണമായിട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ മുൻഗണന നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഉദ്ധാരണം നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാക്കും. അപ്പോൾ ഇതുപോലെ വളരെയധികം ഭീതിയും സ്ട്രെസ്സും ഉത്കണ്ഠയും ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ എമർജൻസി ബ്രേക്ക് ആക്ടിവേറ്റ് ആകും. ഈ എമർജൻസി ബ്രേക്കിന് പറയുന്ന പേരാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു എമർജൻസി ബ്രേക്ക് നിങ്ങളുടെ ശരീരം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് എത്ര മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഈ ഒരു ബ്രേക്ക് നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള രക്തമൊഴുക്കും അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയിലേക്കൊക്കെയുള്ള രക്തമൊഴുക്ക് തടയുകയും ആ രക്തം മുഴുവനും നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാനോ ഒക്കെ കാലുകളുടെ പേശികളിലോട്ട് തിരിച്ചുവിടുകയും ചെയ്യും. ലൈംഗികത എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ലക്ഷറിയാണ്. എന്നാൽ അതിജീവനം ഒരു അനിവാര്യതയാണ്. കാരണം നിങ്ങളുടെ ശരീരത്തിനറിയാം നാളെ നിങ്ങൾ ജീവനോടുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഒരു സെക്സിൽ ഏർപ്പെടാൻ സാധ്യമാവുകയുള്ളൂ എന്ന്. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തോട്ട് വരാം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ബെഡ്റൂമിൽ സെക്സ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ പിടിക്കാനായിട്ട് കടുവയോ അല്ലെങ്കിൽ മറ്റ് വന്യജീവികളോ ഒന്നും വരത്തില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം ഈ എമർജൻസി ഹാൻഡ് ബ്രേക്ക് ഇടുന്നത്? എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവന് ഭീഷണിയാകും എന്ന് നിങ്ങളുടെ ശരീരം കരുതുന്ന കടുവകൾ ജീവിക്കുന്നത് പുറത്തോ കാട്ടിലോ ഒന്നുമല്ല, നിങ്ങളുടെ മനസ്സിനുള്ളിലാണ്.
എന്താണ് ഈ മനസ്സിനുള്ളിൽ ജീവിക്കുന്ന കടുവകൾ? നാണക്കേട്, പാപബോധം, കുറ്റബോധം, ലൈംഗിക ചിന്തകൾ തെറ്റാണ് എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജനിച്ചു വളരുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ഈ കഥകളെ ഒരു കടുവയെ പോലെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ സംശയം തോന്നിയേക്കാം, എങ്ങനെയാണ് ഈ കഥകളൊക്കെ ഒരു കടുവയെ പോലെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹവും മതവിശ്വാസങ്ങളും ഒക്കെ സൃഷ്ടിച്ച നാണക്കേടിൻ്റെയും പാപബോധത്തിൻ്റെയും ഒക്കെ കഥകൾ ജീവന് ഭീഷണിയല്ലാതായിട്ട് മാറിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. ഏകദേശം 300 കൊല്ലം മുമ്പ് യൂറോപ്പിലെ റോമൻ കത്തോലിക്ക സഭ മനുഷ്യനെ മൂക്കുകയറിട്ട് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈംഗികതയിൽ സൃഷ്ടിച്ച ഈ കഥകൾ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ മരണം തന്നെയായിരുന്നു. അതായത് കടുവയുടെ ഭക്ഷണമാകുന്നതിന് തുല്യം. ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് കടുവ എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഒരു ഭീഷണിയായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ പോകുമ്പോൾ ഭയവും പോകും. എന്നാൽ ലൈംഗികതയെ പാപവും അശ്ലീലവും പൈശാചികവും ഒക്കെ ആക്കി മാറ്റിയതിലൂടെ മതക്കച്ചവടക്കാർ ബാഹ്യമായിട്ട് മാത്രം നിലനിന്നിരുന്ന ഒരു ഭീഷണിയെ ആന്തരികമാക്കി മാറ്റി. അതായത് പുറത്തു നിന്നിരുന്ന ഒരു കടുവയെ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമായിട്ട് എന്നേക്കുമായിട്ട് മാറ്റി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ വെറുക്കാനും ഭയക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു തന്ത്രം. ഈ ഒരു പാശ്ചാത്യ പേവിഷ സംസ്കാരമാണ് ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാരിലൂടെയും പോർച്ചുഗീസുകാരിലൂടെയും അവരുണ്ടാക്കിയ നിയമങ്ങളിലൂടെയും വിദ്യാഭ്യാസ സംസ്കാരത്തിലൂടെയും ഒക്കെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലൈംഗികത നാണക്കേടും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ചെറുപ്പത്തിൽ തന്നെ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് വഴി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സത്യത്തിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കടുവയെ അവരുടെ മനസ്സിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ഇതാണ് നിങ്ങൾ ഭാവിയിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉദ്ധാരണം ഇല്ലാതാക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം അന്നേരം നിങ്ങളുടെ തലച്ചോറ് കാണുന്നത് നിങ്ങളുടെ പങ്കാളിയെയല്ല, മറിച്ച് സമൂഹം ലൈംഗികതയിൽ ഉണ്ടാക്കിയ നിയമങ്ങളും വിലക്കുകളും ഒക്കെ നിങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതമാണ്. അങ്ങനെ അവിടെ നിങ്ങളുടെ ബ്രെയിൻ ഒരു ഉദ്ധാരണം അനുവദിക്കത്തുമില്ല. പക്ഷേ ഇത് നിങ്ങൾക്കൊട്ടും മനസ്സിലാകത്തുമില്ല. കാരണം ഇത് നടക്കുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണമില്ലായ്മയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ശാരീരിക ബുദ്ധിമുട്ടാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയി മരുന്ന് കഴിച്ച് ചികിത്സിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇത് സത്യത്തിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ടായിരുന്നോ അതോ നിങ്ങളുടെ ശരീരം നിങ്ങളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമായിരുന്നു? നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്ക് പ്രധാനമായിട്ടും 2 മോഡുകളാണ് ഉള്ളത്: സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. ഇത് ഈ വണ്ടിയുടെ ബ്രേക്കും ആക്സലറേറ്ററും മാതിരിയാണ് പ്രവർത്തിക്കുന്നത്. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ബ്രേക്ക്. ഇത് സ്ട്രെസ്സ്, അപകടം, പേടി എന്നിവയെ നേരിടാനുള്ളതാണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുമ്പോഴും ഈ ബ്രേക്ക് തന്നെയാണ് ഉദ്ധാരണത്തെ ഇല്ലാതാക്കുന്നത്. ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആക്സിലറേറ്റർ. ഇതാണ് നിങ്ങളുടെ ദഹനം, വിശ്രമം, ലൈംഗിക ഉത്തേജനം എന്നിവയെ സഹായിക്കുന്നത്. ഒരേ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്കും ആക്സിലറേറ്ററും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരേ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് സിമ്പത്തറ്റിക് മോഡിലും പാരാസിമ്പത്തറ്റിക് മോഡിലും ഇരിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ ജോലിയിൽ ടെൻഷൻ അടിക്കുമ്പോഴോ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോഴോ അതുമല്ലെങ്കിൽ ഇത് പാപമാണ് എന്ന് ചിന്തിക്കുമ്പോഴോ ഒക്കെ നിങ്ങളുടെ മനസ്സ് ബ്രേക്ക് ചവിട്ടും. ഇവിടെയാണ് വയഗ്ര പോലെയുള്ള ഉദ്ധാരണ മരുന്നുകൾ ചതിക്കുഴികളാകുന്നത്. ഈ മരുന്നുകൾക്ക് നിങ്ങളുടെ ലിംഗത്തിനുള്ളിലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കാൻ മാത്രമുള്ള ഒരു കഴിവേ ഉള്ളൂ. അവയ്ക്ക് നിങ്ങളുടെ തലച്ചോറുമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവില്ല. ഈ ഉദ്ധാരണം ഉണ്ടാകുന്നത് നിങ്ങളുടെ ലിംഗത്തിലല്ല, നിങ്ങളുടെ തലച്ചോറിലാണ്. നിങ്ങളുടെ ബ്രെയിൻ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലിംഗത്തിൽ ഒരു ഉദ്ധാരണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ബ്രെയിൻ തുടക്കമിടുന്ന ഉദ്ധാരണമാണ് വയഗ്ര പോലെയുള്ള മരുന്നുകൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നത്. അല്ലാതെ വയഗ്ര ഉദ്ധാരണം സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് പാപം, നാണക്കേട്, സ്ട്രെസ്സ്, അപകടം എന്നൊക്കെ കിടന്ന് നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം നൈട്രിക് ഓക്സൈഡിന് പകരം അഡ്രിനലിൻ എന്ന് പറയുന്ന കെമിക്കൽ റിലീസ് ചെയ്യും. ഇത് നിങ്ങളുടെ ലിംഗത്തിലെ രക്തക്കുഴലുകളെ ചുരുക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു വശത്ത് മരുന്നുകൾ നിങ്ങളുടെ രക്തക്കുഴലുകൾ തുറക്കാൻ നോക്കുന്നു, മറുവശത്ത് ബ്രെയിൻ അത് അടയ്ക്കാൻ നോക്കുന്നു. ഈ വണ്ടിയൊക്കെ ഹാൻഡ് ബ്രേക്കിലിട്ടിട്ട് ആക്സലറേറ്ററിൽ ചവിട്ടുന്നത് പോലെയാണ്. എഞ്ചിൻ അടിച്ചു പോകുമെന്നല്ലാതെ വണ്ടി ഓടത്തില്ല. മിക്ക പുരുഷന്മാർക്കും ഉണ്ടാകുന്നത് ഇറക്ടൈൽ ഡിസപ്പോയിൻമെൻ്റ് ആണ്, ഉദ്ധാരണ നിരാശയാണ്. അല്ലാതെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ല, ഉദ്ധാരണ വൈകല്യമല്ല. പ്രമേഹം, ഹൃദ്രോഗം, ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ ക്ഷതം എന്നിവയൊക്കെയാണ് ഉദ്ധാരണ വൈകല്യത്തിന് കാരണമാകുന്നത്. എന്നാൽ ഈ ഉദ്ധാരണ നിരാശ എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു പ്രതിരോധ സംവിധാനമാണ്. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഉദ്ധാരണ നിരാശയും ഉദ്ധാരണ വൈകല്യവും രണ്ടും ഒന്നായിട്ട് തോന്നും. അതുകൊണ്ടാണ് പുരുഷന്മാർ ഇത് കാണുമ്പോൾ ഡോക്ടർമാരുടെ അടുക്കിലേക്ക് പോകുന്നതും മരുന്നുകൾ വാങ്ങി കഴിക്കുന്നതുമൊക്കെ.
നമ്മൾ നേരത്തെ സംസാരിച്ച നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കാരണം ഓരോ തവണയും മരുന്ന് കഴിച്ച് പരാജയപ്പെടുമ്പോൾ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ള പേടി നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ കടുവയെ സൃഷ്ടിക്കും. അത് പിന്നീട് നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു യുദ്ധക്കളമാക്കി മാറ്റുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഉദ്ധാരണ മരുന്നുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ലിംഗത്തെ ഉദ്ധരിപ്പിച്ചേക്കാം, പക്ഷേ നിങ്ങളുടെ തലച്ചോറിനെ ഉദ്ധരിപ്പിക്കാൻ ഒരു മരുന്നിനും സാധ്യമല്ല. ഈ ലൈംഗിക സുഖവും സംതൃപ്തിയും ഒക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിലാണ്. അല്ലാതെ പല പുരുഷന്മാരും കരുതുന്നത് പോലെ ഈ ശുക്ലം വിസർജിക്കുന്നത് കൊണ്ടല്ല ലൈംഗിക സുഖം ഉണ്ടാകുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ തവണയും നിങ്ങൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോഴും ഈ ലൈംഗിക സുഖവും രതിമൂർച്ചയും ഒക്കെ അനുഭവിച്ചാണ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ജീവിക്കുന്ന കടുവയെ പുറത്താക്കാതെ നിങ്ങൾക്കൊരു യഥാർത്ഥ ലൈംഗിക സുഖം അനുഭവിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ലിംഗം ഉദ്ധരിക്കുന്നത് കൊണ്ടല്ല ലൈംഗിക സുഖം ഉണ്ടാകുന്നത്. അത് സംഭവിക്കുന്നത് ആ ഉദ്ധാരണത്തിൽ നിങ്ങളുടെ ബ്രെയിനും പങ്കുചേരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ പ്രതിഭാസങ്ങളാണ്. പക്ഷേ പുരുഷന്മാർക്ക് അത് മനസ്സിലാകാത്തത് ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു തിരിച്ചറിവ് പല പുരുഷന്മാർക്കും ഇല്ലാത്തത് കൊണ്ടാണ് അവരെ ലക്ഷങ്ങൾ മുടക്കി ഈ പിനൈൽ ഇംപ്ലാന്റ് പോലെയൊക്കെയുള്ള സർജറിക്ക് കൊണ്ട് തല വെച്ച് കൊടുക്കുന്നതും പണി കെട്ടി പുറത്തു പോലും പറയാൻ സാധിക്കാതെ വീട്ടിലിരുന്ന് കരയുന്നതുമൊക്കെ. ഈ ഒരു വ്യത്യാസം ഒട്ടുമിക്ക ഡോക്ടർമാരും ആ സർജറിക്ക് വരുന്ന പുരുഷന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാറില്ല. കാരണം അത് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഡോക്ടറിന് പിന്നെ സർജറി വയ്ക്കാൻ പറ്റത്തില്ല. പറ്റിയ അബദ്ധം സർജറിക്ക് ശേഷം തിരിച്ചറിഞ്ഞ പുരുഷന്മാർ ആ സർജറി ചെയ്ത ഡോക്ടറിനെ അടിക്കാനായിട്ട് ഓടിച്ച് ആ ഡോക്ടർ ജീവനം കൊണ്ടോടി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കയറി ഒളിച്ചിരുന്ന സംഭവങ്ങൾ വരെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ നിങ്ങളുടെ മനസ്സിലെ കടുവയെ പുറത്താക്കി ഒരു ലൈംഗിക സുഖം കണ്ടെത്തുവാൻ സാധിക്കും? സെക്സിനെ നിങ്ങൾ ഒരു പരീക്ഷയായിട്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് ആയിട്ടോ ഒക്കെ കാണുന്നത് നിർത്തുക. ഈ മരുന്ന് വർക്കാകുമോ എന്ന് നോക്കുവാൻ വേണ്ടി സെക്സ് ചെയ്യുന്നത് ഈ കടുവയെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഉദ്ധാരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യം, ഗന്ധം, സ്പർശനം എന്നിവ ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഉദ്ധാരണത്തിൽ നിന്നും ആസ്വാദനത്തിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും ബ്രേക്കിൽ നിന്നും ആക്സിലറേറ്ററിലോട്ട് മാറും. അങ്ങനെ അവിടെ ഒരു സമ്മർദ്ദമില്ലാതെ ഉദ്ധാരണം സംഭവിക്കുകയും ചെയ്യും. യഥാർത്ഥ ലൈംഗിക ആരോഗ്യം ഇരിക്കുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലല്ല, അത് നിങ്ങളുടെ മനസമാധാനത്തിലാണ്. നിങ്ങളുടെ ശരീരത്തോട് പോരാടുന്നത് നിർത്തുക. ബ്രേക്ക് ഇട്ടുകൊണ്ട് ആക്സിലറേറ്ററിൽ ചവിട്ടരുത്. സുരക്ഷിതത്വം അനുഭവിക്കാൻ ശീലിക്കുക. ശരീരം താനെ നിങ്ങളെ അനുഗമിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.